തൃശൂർ പൂരം കലക്കിയത് അജിത് കുമാർ ആണെന്നും അത് BJP സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയുടെ അനായാസ വിജയത്തിന് വേണ്ടിയായിരുന്നു എന്നും ആരോപണം ഉയർന്നതിന് CPM അതിൽ നിന്നും പൂർണ്ണമായി പിൻവാങ്ങി ഗൂഢാലോചന അന്നത്തെ ജില്ലാ കളക്ടറുടെ തലയിൽ കൊണ്ട് കെട്ടിച്ചാരാനായി ഒരുങ്ങുന്നത് എന്തിന്? പിണറായി വിജയന്റെ കണ്ണുരുട്ടലിൽ CPI നേതാക്കൾ വീണു എന്ന് കരുതുന്നവർക്ക് തെറ്റി. പണി വരാൻ പോകുന്നു അവറാച്ച എന്ന ഒറ്റ വരിയിൽ ഇതിനെ വിശേഷിപ്പിക്കാം. സുനിൽകുമാർ ഉൾപ്പെടെ തൃശൂർ പൂരം കലക്കലിന്റെ പാപഭാരം അനുഭവിച്ച നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുകയാണ്. CPM സ്ഥാനാർത്ഥികൾ തൃശൂർ ജില്ലയിൽ ഇക്കുറി തറ പറ്റും എന്ന കാര്യത്തിൽ സംശയമില്ല. CPI വിചാരിച്ചാൽ എന്തു നടക്കുമെന്ന് ചോദിക്കാൻ വരട്ടെ. CPIക്ക് കാര്യമായ പ്രാതിനിധ്യമുള്ള ജില്ലയാണ് തൃശൂർ. MR അജിത് കുമാറാണ് പൂരം കലക്കലിന് പിന്നിലെന്ന് CPI നേതാക്കൾ ഉറച്ചു വിശ്വസിക്കുന്നു. കളക്ടറെ കുറ്റപ്പെടുത്തിയാൽ മതിയെന്ന MN സ്മാരകത്തിൽ നിന്നുള്ള നിർദ്ദേശം സുനിൽകുമാർ അനുസരിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. സുനിൽകുമാറുമായി ബന്ധപ്പെട്ട വിശ്വസ്തർ ഇക്കാര്യം സ്ഥിരീകരിച്ചു. ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന മുന്നേറ്റ ജാഥയുടെ മാറ്റു കുറയ്ക്കാൻ സുനിൽകുമാർ തയ്യാറല്ല. കാരണം അദ്ദേഹം മന്ത്രി റോഷി അഗസ്റ്റിനെ പോലെ അല്ല. സ്വന്തം നേതാവായ ജോസ് കെ മാണി ജാഥ നയിക്കുമ്പോൾ അദ്ദേഹത്തെ പാലയുടെ കാര്യം പറഞ്ഞ മന്ത്രി റോഷി അഗസ്റ്റൻ ബുദ്ധിമുട്ടിച്ചതുപോലെ സുനിൽകുമാർ ബിനോയിയെ ബുദ്ധിമുട്ടിച്ചതേയില്ല. എന്നാൽ ബിനോയിയുടെ കൂടി അറിവോടെ തന്നെ CPIക്ക് പണി കിട്ടും. തൃശൂരിലെ CPI വോട്ടുകൾ കൂട്ടത്തോടെ കോൺഗ്രസിന്റെ കോട്ടയിൽ വീഴുമെന്ന കാര്യത്തിലും സംശയമില്ല. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ ഉദ്യോഗസ്ഥല ഗൂഢാലോചന തള്ളിയും തിരുവമ്പാടി ദേവസ്വത്തെ കുറ്റപ്പെടുത്തിയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വന്നത് കഴിഞ്ഞ ദിവസമാണ്. മഠത്തിൽ വരവ് സമയത്ത് പോലീസ് ലാത്തിചാർജ് ചെയ്തിട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് ADGP കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു. തിരുവമ്പാടി വിഭാഗത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് ഉണ്ടായത് എന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പൂരം അലങ്കോലപ്പെടുത്തതിൽ 2024 ഒക്ടോബറിലാണ് അന്വേഷണം പ്രഖ്യാപിച്ചത്. തിരുവമ്പാടിയുടെ തലയിൽ കുറ്റം ചാർത്താനുള്ള ശ്രമമാണ് നടന്നത്. പോലീസ് നടപടികളാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും ആരോപണം അന്വേഷണ സംഘം തള്ളി. മഠത്തിൽ വരവ് വരുമ്പോൾ പോലീസ് ലാത്തിചാർജ് ചെയ്തതിൽ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്നായിരുന്നു ആരോപണം. തിരക്ക് നിയന്ത്രിക്കാൻ കെട്ടിയിരുന്ന വടം മറികടന്ന് ചിലർ വന്നപ്പോൾ ലാത്തി കാട്ടി തിരിച്ചു കയറ്റുക മാത്രമാണ് ചെയ്തതെന്നും ആരെയും അടിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ പിന്നീട് മറ്റ് പ്രകോപനങ്ങളൊന്നുമില്ലാതെ തന്നെ ലൈറ്റ് ഓഫ് ചെയ്യുകയും വെടിക്കെട്ട് ഉപേക്ഷിക്കാൻ തിരുവമ്പാടി തീരുമാനിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. 2024 പൂരം അട്ടിമറി സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാനുള്ള നീക്കമായിരുന്നുവെന്നാണ് CPIയുടെ ആരോപണം. സ്ഥലത്തുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ അട്ടിമറിക്ക് പിന്നിൽ പ്രവർത്തിച്ചുവെന്ന ആക്ഷേപം ഉയർന്നതോടുകൂടിയാണ് ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്. അജിത് കുമാറിന്റെ വീഴ്ചകൾ വ്യക്തമാക്കി DGPയുടെ റിപ്പോർട്ടുകൾ സർക്കാരിന് നൽകിയിരുന്നു. അതേസമയം അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും തെറ്റാണെന്നും ഒരു വരി പോലും അംഗീകരിക്കാനാകില്ലെന്നും എന്താണ് സംഭവിച്ചതെന്നും എല്ലാവരും കണ്ടെത്തണമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. ലൈവായി കേരളവും ഇത്രയും മുഴുവൻ കണ്ട കാഴ്ച മറച്ചുവെച്ച് അജിത് കുമാറിനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി എഴുതിയ തിരക്കഥയാണ് റിപ്പോർട്ടെന്നും മുരളീധരൻ പറഞ്ഞു. ഈ റിപ്പോർട്ട് CPI അംഗീകരിക്കുമോ? UDF അധികാരത്തിൽ വന്നാൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്നും K മുരളീധരൻ പറഞ്ഞു. കളക്ടറാണ് ഒന്നാം പ്രതിയെന്നും മന്ത്രി അടക്കമുള്ള ആളുകളോട് അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത് കളക്ടറാണെന്നും VS സുനിൽകുമാർ പറഞ്ഞു. ഇങ്ങനെ പറയാൻ CPIക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പൂരം അലങ്കോലപ്പെടുത്തുന്നില്ലെങ്കിൽ അലങ്കോലപ്പെട്ടെ എന്ന ഉദ്ദേശം കളക്ടർക്ക് ഉണ്ടായിരുന്നോ എന്ന സംശയമുണ്ട്. തൃശൂർ പൂരം കലക്കലിൽ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതി ചേർക്കുന്നതിനോട് യോജിപ്പില്ല എന്ന് VS സുനിൽകുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കളക്ടർ ഡെപ്യൂട്ടേഷന് പോയത് സംശയകരമാണെന്നും സുനിൽകുമാർ പറഞ്ഞു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തതിൽ അന്നത്തെ ജില്ലാ കളക്ടറാണ് ഒന്നാം പ്രതിയായി വരേണ്ടതെന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. അതിൽ യാതൊരു സംശയവുമില്ലെന്നും അതേ കളക്ടർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കകം BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ഉപമുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമനം ലഭിച്ചതോടെ അത് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏത് കാലത്തും പൂരം നടത്തിപ്പിന്റെ പ്രധാന ഉത്തരവാദിത്വം ജില്ലാ ഭരണകൂടത്തിനും ജില്ലാ കളക്ടർക്കുമാണ്. അന്ന് പെരുമാറ്റച്ചട്ടം ഉള്ളതിനാൽ മന്ത്രിമാർക്കോ രാഷ്ട്രീയ നേതാക്കൾക്കോ അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പരിധി ഉണ്ടായിരുന്നു എന്നും അന്ന് ഈ സംഭവം നടന്നപ്പോൾ ജില്ലാ കളക്ടറുടെ പൂർണ്ണ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇതിൽ പ്രതിസ്ഥാനത്ത് വരികയാണെങ്കിൽ ഒന്നാം പ്രതിയായി വരേണ്ടത് അന്നത്തെ ജില്ലാ കളക്ടറാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അന്ന് ജില്ലാ കളക്ടറെ ബന്ധപ്പെട്ടപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് വരേണ്ടെന്നാണ് കളക്ടർ പറഞ്ഞത്. അങ്ങനെയുള്ള വർത്തമാനം പറഞ്ഞെങ്കിലും സംഭവിച്ചത് മറിച്ചാണ്. പൂരം അലങ്കോലപ്പെടാനുള്ള എല്ലാ അവസരവും ഉണ്ടാക്കിയത് കളക്ടറുടെ നിസ്സംഗത കാരണമാണെന്നും VS സുനിൽകുമാർ ആരോപിച്ചു. അന്ന് പുലർച്ചെ 3:30 ശേഷം താനും മന്ത്രി രാജനും ഇടപെട്ട് തിരുവമ്പാടി ദേവസ്വവുമായി സഹകരിച്ചാണ് ഈ വെടിക്കെട്ട് നടന്നത്.
ആ യോഗത്തിൽ എന്തുകൊണ്ട് കളക്ടർ പങ്കെടുത്തില്ല? അതിന്റെ അർത്ഥം പൂരം അലങ്കോലപ്പെടണമെന്നെങ്കിൽ അലങ്കോലപ്പെടട്ടെ എന്ന് കളക്ടർ കരുതിയിരുന്നു. പൂരം കലക്കലിൽ യഥാർത്ഥ പ്രതികൾ ആരാണ് എന്ന് കണ്ടെത്തണമെന്നും VS സുനിൽകുമാർ പറഞ്ഞു. പൂരം കലക്കലിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. ആ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് പുറത്തു വരേണ്ടത്. ആ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് പൂരം അലങ്കോലപ്പെടുത്തുന്നതിലൂടെ അതിന്റെ രാഷ്ട്രീയമായ ലാഭം കൊയ്തിട്ടുള്ള ആ പ്രസ്താവനയും അതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ്. അവർക്കാണ് പൂരം കലക്കലിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അവർക്ക് സഹായകമായ നിലപാടുകൾ ദേവസ്വത്തിലെ ചില ആളുകൾ എടുത്തിട്ടുണ്ടെന്നത് വസ്തുതയാണ്. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും അതുണ്ടായി. ADGP അവിടെ ഉണ്ടായിട്ടും അതിൽ ഇടപെട്ടിട്ടില്ല എന്ന ചർച്ചയും ഉണ്ടായിട്ടുണ്ട്. തൃശൂർ പൂരം അടുത്തിരിക്കെ ഒരു വിവാദത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. തിരുവമ്പാടി ദേവസ്വം പ്രതിയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും യോജിക്കാനാകില്ല. അതിലെ ചില സ്ഥാപിത താല്പര്യമുള്ള വ്യക്തികൾ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അലങ്കോലപ്പെടുത്തിയെന്ന് തന്റെ അഭിപ്രായമെന്നും VS സുനിൽകുമാർ വ്യക്തമാക്കി. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ പോലീസിൽ വീഴ്ചയില്ലെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അലങ്കോലപ്പെട്ടതിന് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചില നിലപാടുകളും കാരണമായി എന്ന് ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേശൻ കൈമാറിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. കളക്ടറുടെയും സിറ്റി പോലീസ് കമ്മീഷണറുടെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങൾ അതേപടി നടപ്പാക്കിയിരിക്കുന്നതാണ് അനിഷ്ട സംഭവങ്ങൾക്ക് ഇടയാക്കിയത്. പ്രശ്നം പരമാവധി രമ്യത്തിൽ പരിഹരിക്കാൻ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചു. ഉദ്യോഗസ്ഥലത്തിൽ പൂരം കലക്കാൻ ആലോചന നടന്നിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം പൂരം കലക്കലിൽ ആരോപണ വിധേയനായ ADGP അജിത് കുമാറിനെ കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമില്ല. പൂരം അലങ്കോലപ്പെട്ടതിലെ മൂന്നാമത്തെ അന്വേഷണമാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത്. ഉദ്യോഗസ്ഥ വീഴ്ചയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചത്. പൂരം നടത്തിപ്പിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൽ വീഴ്ചയില്ല എന്ന് ആദ്യ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സ്ഥലത്തുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ലെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതേക്കുറിച്ച് അന്നത്തെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് നടത്തിയ അന്വേഷണത്തിൽ ക്രമസമാധാന ചുമതല വഹിക്കുന്ന ADGPയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയിരുന്നു. തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ട് ഇതോടെ അപ്രസക്തമായി. വിഷയത്തിൽ അജിത് കുമാറിന് ഗുരുതര വീഴ്ചയുണ്ടായെന്ന മുൻ DGP S ദർവേഷ് സാഹിബിന്റെ റിപ്പോർട്ട് ശരിവെച്ചാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ നടപടി. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. പൂരം കലക്കിയ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നിട്ടും ഇടപെട്ടിട്ടില്ല എന്നാണ് DGPയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. മന്ത്രിമാർ ഉൾപ്പെടെ വിളിച്ചിട്ടും ഫോൺ എടുക്കാൻ തയ്യാറാകാതിരുന്നത് ഗുരുതര വീഴ്ചയാണെന്നും കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ രാത്രി ഇറങ്ങിപ്പോയത് കൊണ്ടാണ് മന്ത്രി വിളിച്ചപ്പോൾ എടുക്കാൻ കഴിയാത്തതിരുന്നത് എന്നാണ് അജിത് കുമാറിന്റെ മറുപടി. ADGPക്കെതിരെ റവന്യൂ മന്ത്രി K രാജൻ മൊഴി നൽകിയിരുന്നു. ഇതുകൂടി പരിഗണിച്ച് വിരമിക്കുന്നതിന് തൊട്ടു മുൻപാണ് മുൻ DGP S ദർവേഷ് സാഹിബ് റിപ്പോർട്ട് നൽകിയത്. CPI ശക്തമായി രംഗത്തുള്ള സാഹചര്യത്തിൽ അജിത് കുമാറിനെതിരെ മുഖ്യമന്ത്രി എന്തു നടപടി സ്വീകരിക്കുമെന്നത് രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചു. തൃശൂർ പൂരം കലങ്ങിയ സംഭവത്തിൽ ADGP MR അജിത് കുമാറിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി എന്ത് നടപടി സ്വീകരിക്കുമെന്നതിൽ ആകാംക്ഷ ഉണ്ടായിരുന്നു.